മാനസിക പിരിമുറുക്കവും കാരണമില്ലാത്ത ആധിയും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. മാത്രമല്ല ഈ ഒരു മാനസിക പ്രശ്നങ്ങളുള്ളവരുടെ എണ്ണം വളരെ കൂടി വരുന്നു. കാര്യം അത്ര കൂടുതൽ ടെൻഷൻ ഉള്ള ഒരു തലമുറയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ആരോടും ഷെയർ ചെയ്യാനില്ല, ഒറ്റപ്പെടലിൻ്റെ ദുഃഖം, ചില ആളുകളൊക്കെ ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നു, വിഷാദ രോഗങ്ങൾക്ക് അടിപ്പെടുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. പണ്ടത്തെ സുരക്ഷാ കവചങ്ങളൊക്കെ നമ്മൾ കടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, പ്രത്യേകിച്ച് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ എപ്പോഴാണ് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണേണ്ടത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഫാമിലി ഡോക്ടർ കൊച്ചി VPS ലേക്ക് ഷോറിലെ ഡോക്ടർ സേവിയർ ജോൺ സംസാരിക്കുന്നത്. ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. നമുക്കെല്ലാവർക്കും ഉണ്ട് കുറച്ച് ടെൻഷൻ, പേടി, വിഷാദം ഒക്കെ വേണം. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കുറച്ച് ഉത്കണ്ഠയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കില്ല, പഠിക്കാൻ പോകത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ചെറിയൊരു ഉത്കണ്ഠ ഉള്ളത് നമ്മളുടെ ജീവിതത്തിന് ആവശ്യം ദൈവം തന്നിരിക്കുന്നു. പക്ഷേ ഇത് അമിതമായാൽ അത് ചികിത്സ എടുക്കണമല്ലോ. അത് കണ്ടുപിടിക്കണം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഡേ ടു ഡേ ഫങ്ഷൻസ്, ഇപ്പം നമുക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ 6 to 8 hours ഒരു മനുഷ്യന് ഉറങ്ങണം. അതിനെ ബാധിക്കുന്നു. 1. 2, നമ്മൾ ഭക്ഷണമൊന്നും കറക്റ്റ് സമയത്ത് കഴിക്കുന്നില്ല. ഈ മാനസിക വിഷമങ്ങൾ ഉള്ളവർ എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറയും, അല്ലെങ്കിൽ അവർ ഓവറായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ രീതി ബയോളജിക്കൽ ഫങ്ഷൻസിനെയും ബാധിക്കുന്നു. പിന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇപ്പം ഒരു വീടെന്ന് വെച്ചാൽ എല്ലാവരോടൊക്കെ, അച്ഛനോടും അമ്മയോടും പെങ്ങളോടും എല്ലാവരോടൊക്കെ സംസാരിക്കുന്ന നിർത്തിവെച്ച് അവർ ഒറ്റക്കൊരു മുറി കയറി വാതിലടക്കുന്നു. അതൊക്കെയാണ് ഒരു മാനസിക പ്രശ്നത്തിൻ്റെ തുടക്കം.